ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ നിന്നുള്ള ധ്യാനം ഇനിയും ശ്രദ്ധയോടെ ധ്യാനിക്കേണ്ടതാണ്. നമുക്കതിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് കയറാം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. കുട്ടികളെ ഭക്തിമാർഗം പഠിപ്പിക്കുന്നത് ഹാർട്ട് ടു ഹാർട്ട് ആയിരിക്കണം. ഇതാണ് അതിൻ്റെ സിസ്റ്റം. ടെക്സ്റ്റ് ബുക്ക് ടു നോട്ട് ബുക്ക് അല്ല. ബ്ലാക്ക് ബോർഡ് ടു ബ്രെയിൻ അല്ല. മൗത്ത് ടു മൗത്തും അല്ല. ഹാർട്ട് ടു ഹാർട്ട്. ഈ പ്രമാണം നിന്റെ ഹൃദയത്തിലിരിക്കണം. ആരുടെ? അപ്പൻ്റെ ഹൃദയത്തിൽ ആദ്യം ഇരിക്കണം. അപ്പനല്ലേ പ്രായം കൂടുതൽ. അമ്മയുടെ ഹൃദയത്തിൽ രണ്ടാമതിരിക്കണം. അപ്പനും അമ്മയും അത് ഡിസ്കസ് ചെയ്യണം. എന്നിട്ട് അവരത് മക്കൾക്ക് കൊടുക്കണം. സ്തോത്രം, 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 സ്തോത്രം. ഞാൻ എന്തിനാ സ്തോത്രം പറഞ്ഞതെന്നറിയോ? ഞാൻ എന്നെ തന്നെ പരിശോധിക്കുക. ഞാൻ അങ്ങനെയാണോ? അതെ, അങ്ങനെയാണ്. എപ്പോഴും അല്ലെങ്കിലും കുട്ടികൾ വീട്ടിലുള്ളപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മക്കൾക്ക് മക്കളുണ്ട്. അതുങ്ങളെ ഒത്തിരി നാൾ കൂടി വരുമ്പോൾ അപ്പച്ചനും അമ്മച്ചിയും കാണുമ്പം കളിയും ചിരിയും സന്തോഷവുമാണ്. അപ്പോൾ പിന്നെ ഒത്തിരി ലേറ്റ് ആയാൽ ഈ കളി ചിരിയായിട്ട് പോകും. അപ്പോൾ 1-ാം ദിവസവും 2-ാം ദിവസവും പോട്ടെന്ന് വെക്കും. അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥനയ്ക്കായിട്ട് എല്ലാവരെയും കൂടെ സമയം എടുത്ത് ഇരുത്തും. അല്ലാതെ ഒരു നോർമൽ പ്രയറുണ്ട്, അതല്ല പറയുന്നത്. ഇരിക്കും. ഇരുന്നിട്ട് കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തണം. ഏറ്റവും ചെറിയ ആള് പ്രാർത്ഥനാ സമയത്ത് ഓടി നടക്കുന്ന ആളാണ്. ന്യായോട്ടാന്നാ കേട്ടെ. അപ്പൊ അയാളെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇച്ചിരി കൂടി ടൈം എടുക്കും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അതെ, പറഞ്ഞാൽ മനസ്സിലാവും. ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. തീരെ കുഞ്ഞായിരിക്കുമ്പോഴേ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ചില ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇവിടുത്തെ വിഷയം എന്ന് വെച്ചാൽ ഇതെൻ്റെ ഹൃദയത്തിലുണ്ടോന്നുള്ളൂ. ഈ പറയുന്ന ദൈവഭക്തി ഞങ്ങളുടെ പപ്പായിക്കുണ്ടോ എന്ന് മക്കൾക്കറിയാം. പപ്പായിക്കുണ്ടെങ്കിൽ ആ പപ്പ പറഞ്ഞില്ലെങ്കിലും പിള്ളേരിൽ ഭക്തി അകത്ത് നിക്ഷേപിക്കപ്പെടും. എൻ്റെ അമ്മ ഭക്തയായിരുന്നു. എൻ്റെ അമ്മയുടെ ഏകയാശ്രയം എൻ്റെ കർത്താവായ യേശുവായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് പണമില്ലായിരുന്നു. ആ കാലത്ത് സ്ത്രീകൾക്കാരും പൈസ കൊടുക്കത്തില്ല. പൈസ മുഴുവൻ പുരുഷന്മാരുടെ കയ്യിലാണ്. സ്ത്രീകൾ ജോലിക്ക് പോകണമില്ല. എന്നാലും ഇച്ചിരി പൈസ ഒക്കെ കൊടുക്കണ്ട. ഇല്ല. പിന്നെ കോഴി വളർത്തും, മുട്ട വിൽക്കും. അതും ഒന്നും കടയിലൊന്നും അല്ല, അടുത്തുള്ളവരാരെങ്കിലും വന്ന് മേടിച്ചാൽ അതാണ് അമ്മയുടെ പോക്കറ്റ് മണി. ആരും വേറെ കൊടുക്കാനൊന്നുമില്ല. പക്ഷെ എൻ്റെ അമ്മയുടെ ബലം എന്ന് പറയുന്നത് എന്നേക്കാൾ ബലമായിരുന്നു, എന്നേക്കാൾ സന്തോഷവതിയായിരുന്നു, എന്നേക്കാൾ ധൈര്യവതിയായിരുന്നു. ഞങ്ങൾ മക്കളെക്കാൾ എല്ലാം സ്ട്രോങ് ആയിരുന്നു. എന്നാൽ പാവവുമാണ്. ഒരു മനുഷ്യരോട് വഴക്കുണ്ടാക്കിയിട്ട് അയൽവക്കംകാർക്കെല്ലാം കണ്ണിലുണ്ണിയായിരുന്നു. ഞാൻ എൻ്റെ അമ്മയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. എൻ്റെ അമ്മ ഭക്തയാണെന്ന് എനിക്കറിയാം. എൻ്റെ അമ്മ കർത്താവിനെ കുറിച്ചോ വചനത്തെക്കുറിച്ചോ പറയുമ്പോൾ കരഞ്ഞുകൊണ്ടേ പറയുന്നു. 80 വയസ്സിന് ശേഷം പിറവത്ത് ഞങ്ങളുടെ ഫെയ്ത്ത് ഹോമിൽ വന്ന് താമസിക്കുമ്പോൾ ആര് വന്നാലും അമ്മയുടെ ആ വിശ്വാസത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ടല്ലോ, അന്ന് തൊട്ടുള്ള കഥ മുഴുവൻ പറയും. ചില ആളുകൾ പറയും എന്നോടിപ്പോൾ ഇത് 3-ാം പ്രാവശ്യമാണ് പറയുന്നത്.
അതൊന്നും അമ്മയ്ക്ക് വിഷയമല്ല. അമ്മ അത് മുഴുവൻ പറയും. അപ്പോഴേക്കും അമ്മയുടെ കണ്ണ് നിറയും. ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിന്റെ ഹൃദയത്തിൽ നിന്റെ കർത്താവുണ്ടെങ്കിൽ, നിന്റെ ദൈവം ഉണ്ടെങ്കിൽ, നിന്റെ ഭക്തി നിന്റെ തലയിലല്ല, വായിലല്ല, ഹാർട്ടിലാണെങ്കിൽ അത് മക്കൾക്ക് കൊടുത്താലുണ്ടല്ലോ ഡൈജസ്റ്റ് ആവും. ചില അമ്മമാര് പിള്ളേർക്ക് ചോറ് അരച്ചു കൊടുക്കും. ഇതുപോലെ നിനക്ക് നീ വായിലിട്ട്, വയറ്റിലിട്ട്, ഹൃദയത്തിലിട്ട് അരച്ചിട്ട് മക്കൾക്കൊന്ന് കൊടുത്തു നോക്കിയേ, അവരത് വലിച്ചു കുടിക്കും. ദൈവഭക്തി ഹൃദയത്തിൽ നിന്ന് പഠിക്കാം. ഗോഡ് ബ്ലെസ് യു. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.